ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോയാണ്. ബംഗാളിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന് താമസിച്ച ഒരു കുടുംബത്തിൻ്റെ കരുത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെയും ഒരു ജീവിതാനുഭവമാണ് ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്നും നമ്മൾ ഭർത്താവ് ചതിച്ച ഭാര്യയുടെ കഥയും അതുപോലെ തന്നെ വീട്ടമ്മ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ അവരുടെ തകർച്ചയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് മറ്റൊരു ജീവിതാനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്നും നമുക്ക് തകർച്ചയുടെ കഥ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അല്ലേ? വിജയത്തിൻ്റെ കഥകളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തുടങ്ങാമല്ലേ? ഈ ബംഗാളി ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ്, വൈഫ്, 3 പെൺകുട്ടികളാണ്. ഇവർ എപ്പോൾ നമ്മൾ നോക്കിയാലും അവരുടെ വീട്ടിൽ നിന്നൊരു വഴക്കോ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ അടിപിടി അക്രമങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാൽ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ഒരു വരുമാനം അല്ലാതെ ആ വീട്ടിൽ വേറെ ഒരു വരുമാനവും ഇല്ല. ഈ ബംഗാളി വീട്ടമ്മ ജോലിക്കൊന്നും പോകുന്നില്ല. ഈ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഹസ്ബൻഡിനെ ജോലിക്ക് അയക്കുന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഹസ്ബൻഡിന് ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അത് തീരെ അസുഖം ഭേദമാവാതെ കാലിൻ്റെ ഒരു സൈഡ് പഴുക്കുകയും ആദ്യം കാലിൻ്റെ കാൽപാദം റിമൂവ് ചെയ്യുകയും പിന്നീട് ഒരു കാല് മുട്ടിൻ്റെ താഴെ വെച്ച് റിമൂവ് ആക്കുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനില്ലാതെയും സാമ്പത്തികമില്ലാതെയും വളരെയധികം ഇങ്ങനെ കഷ്ടപ്പെട്ടപ്പോഴും അവരെങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഹസ്ബൻഡ് ഈ ബംഗാളി വൈഫിന് സ്റ്റിച്ചിങ് അറിയാം. അപ്പോൾ അവരുടെ കയ്യിലൊരു സ്റ്റിച്ചിങ് മെഷീനുണ്ട്. അപ്പോൾ ആ മെഷീൻ വെച്ച് കിട്ടുന്ന തുണികൾ, ബ്ലൗസസൊക്കെ നന്നായിട്ട് തയ്ച്ചു കൊടുക്കുമായിരുന്നു. ആ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് അവർ പിന്നീട് ഈ ബംഗാളിൽ നിന്ന് ഈ ഹസ്ബൻഡിൻ്റെ ചേട്ടനൊക്കെ പോയിട്ട് വരുമ്പോൾ ബംഗാൾ സാരി ഉണ്ടല്ലോ, ബംഗാൾ കോട്ട. അപ്പോൾ ആ സാരിക്ക് നല്ല ഡിമാൻഡാണ് ഇന്നും അന്നും ഒക്കെ. അപ്പോൾ ആ സാരികൾ ഇവിടെ കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക്, അടുത്ത് താമസിക്കുന്ന വാടകക്കാർക്കും അതുപോലെ അവിടെ സ്വന്തം വീടായി താമസിക്കുന്നവർക്കുമൊക്കെ കൊടുക്കാൻ തുടങ്ങി. ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ഈ പിള്ളേരെ 3 പേരെയും പഠിപ്പിച്ചു. എപ്പം നോക്കിയാലും ഒരു ഫുഡ് കഴിക്കാൻ നേരം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വല്ലപ്പോഴും അല്ലേ കാണാറുള്ളൂ, അല്ലാതെ അവരെ വീട്ടിലെപ്പോഴും നമ്മൾ പോകാറില്ല. പോകുമ്പോഴും എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയമാണെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവർ ആണ് കഴിക്കുന്നതെങ്കിൽ അവർക്കങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. നമ്മളെ ഫ്രണ്ടിൽ വെച്ചായാലും അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ അവർ ഫുഡ് ഒരു ദാലും ഒരു ചോറും ഒരേ ഒരു കറിയേ ഉള്ളെങ്കിലും അത് 3 പേരെ ആ വീട്ടിലുള്ളെങ്കിൽ 3 പേരും ഫുഡ് കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാതെ ഒരിക്കലും അവർ ഫുഡ് കഴിക്കാറില്ല എന്നുള്ളത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോ വീട്ടമ്മമാരും ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. അതൊരു വലിയ ജീവിത പാഠമാണ്, ഒരു ലൈഫ് ലെസണാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുക, അതിന് താങ്ക്സ് പറയുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഇല്ല. ഇപ്പോൾ അച്ഛന് ആർട്ടിഫിഷ്യൽ ലെഗ് വയ്ക്കുന്നതിന് മുന്നേ മക്കളാണെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുമായിരുന്നു. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്താതെ, അല്ലെങ്കിൽ എനിക്ക് ഈ കിട്ടിയത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതില്ല ഇതില്ല എന്നുള്ള പരാതികൾ പറയാതെ, എപ്പോൾ ഒരാവശ്യത്തിന് നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടിയെത്തും. അങ്ങനെയുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ഹാപ്പി ഫാമിലി, അല്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തകരമായ ജീവിതം വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നിരന്തരമായ ആർഗ്യുമെൻറ്റ്സ് ഒരിക്കലും പാടില്ല. കാരണം ആർഗ്യുമെൻറ്റ്സ് ഉള്ളിടത്ത് ഒരിക്കലും ഒരു നല്ല കാര്യം നമ്മളെ തേടി വരില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന് വിചാരിച്ച് അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയും. നിരന്തരമായ ആർഗ്യുമെൻറ്റ്സാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അവരൊരു ചെറിയ കട എടുത്ത് അതിനകത്ത് ഹസ്ബൻഡ് പോയിരിക്കും. ഇത് അങ്ങനെ സെയിൽസ് ചെയ്യും. വീട്ടിൽ വന്ന് ചോദിക്കുന്നവർക്ക് വീട്ടിൽ നിന്നും ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ മൂത്ത കുട്ടി പഠിച്ച് ഡിഗ്രിയൊക്കെ എത്തിയപ്പോൾ തന്നെ വീട്ടിൽ ചെറുതായിട്ട് ട്യൂഷൻസ് എടുക്കുമായിരുന്നു. അവിടെ ട്യൂഷൻ കുട്ടികൾ ധാരാളം കിട്ടും, അറിയാമല്ലോ. അപ്പോൾ ട്യൂഷൻസ് എടുക്കുമായിരുന്നു. അത് കിട്ടുന്ന പൈസയും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് അവർ സന്തോഷകരമായി ജീവിച്ചു വന്നു. 3 കുട്ടികളും വിദ്യാഭ്യാസം നേടി. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് അറിയാൻ കഴിഞ്ഞത്
3 കുട്ടികളുടെയും ഞാനുള്ളപ്പോൾ തന്നെ മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇളയ കുട്ടി, അതിൻ്റെ ഇളയ കുട്ടിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. എല്ലാവരും ഓരോരോ ഒരാൾ ടീച്ചിങ് ജോബിലാണ്, വേറൊരാൾ ബാങ്കിലാണ്, പ്രൈവറ്റ് ബാങ്കാണ്, പക്ഷേ ബാങ്കിലാണ്. ഏറ്റവും ഇളയ ആൾ ബിടെക്കാണ് ചെയ്തത്. അപ്പോൾ ഏതോ ഒരു ഫേമിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരും നല്ല രീതിയിലായി, മക്കളൊക്കെ നല്ല രീതിയിലായി വിവാഹിതരായി സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഇപ്പോൾ ഒരു 1 BHK റൂം സ്വന്തമായി വാങ്ങി. ഇപ്പോഴാണ് സ്വന്തമായി വാങ്ങിയത്. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. വീടൊന്ന് വാങ്ങാനുള്ള പൈസയല്ല, മക്കളെ പഠിപ്പിക്കണം, അവരെ വിവാഹിതരാക്കണം, അങ്ങനെയൊക്കെയുള്ള ജോലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോഴാണ് വീട് വാങ്ങിയതെന്ന് പറഞ്ഞു. ഇപ്പോഴും അവരെക്കുറിച്ചുള്ള അറിവുകൾ എനിക്കുണ്ട്. പേര് ഞാനൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി അത് ബാധിക്കുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏതൊരു സന്തോഷകരമായ ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് തികഞ്ഞ ആത്മവിശ്വാസം, 2 അർപ്പണബോധം, 3 കരുത്തില്ലാത്ത ഏതൊരു സ്ത്രീയും പെട്ടെന്ന് ഹസ്ബൻഡ് കൊണ്ടുവരുന്ന വരുമാനം ഇല്ലാതാകുമ്പോൾ നമുക്ക് സ്വന്തമായൊരു ജോലിയില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, അല്ലേ? പിന്നെ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി ഞാൻ കണ്ടിട്ടുള്ളത് കിട്ടുന്ന ഏതൊരു പൈസയിൽ നിന്നും ചെറിയൊരു എമൗണ്ട് അവർ മാറ്റിവെക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ 10 രൂപയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ 10 രൂപ മാറ്റി വയ്ക്കുന്നു. ഞാൻ അന്ന് വയ്ക്കാറേ ഇല്ല, അത് വേറൊരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്താണല്ലോ പിന്നെ പൈസ എന്തെങ്കിലും എനിക്ക് വേണ്ടി വെക്കണമെന്ന് ചിന്തിക്കുന്നത്. അല്ലെ പൈസ കൊണ്ടുവരും മൊത്തം ചിലവാക്കും, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു എൻ്റേത്. പക്ഷേ ആ കാലഘട്ടത്തിൽ അവർക്ക് തയ്ച്ച് കിട്ടുന്ന ഒരു പൈസ എന്നായാലും 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ അവർ സേവ് ചെയ്ത് വയ്ക്കും. എപ്പോഴും അവരുടെ കയ്യിലൊരു എമൗണ്ട് ഓഫ് മണി ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്വാളിറ്റി. പിന്നെ പ്രാർത്ഥന, അതവരൊരിക്കലും കൈവിടാറില്ല. രാവിലെ അതുപോലെ തന്നെ അവർ കുളിക്കാതെ ഒരിക്കലും ഭക്ഷണം പാചകം ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊക്കെ ചിലപ്പോൾ സമയമൊക്കെ കിട്ടിയില്ലെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുളിക്കുന്നത് അന്ന്. ഇപ്പം മാറ്റി കേട്ടോ. ഇപ്പം എല്ലാവരും ഉപദേശിക്കുന്നതിന് മുന്നേ നമ്മൾ സ്വയം നന്നാവണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആ ശീലമൊക്കെ മാറ്റി ഞാനും ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കുറേ കാര്യങ്ങൾ ഞാൻ സ്വയം മാറി. ഒരു ചെറിയ സേവിങ്സ് ഞാൻ ഇപ്പോൾ വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഉപദേശിച്ചത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ മറ്റൊരാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റി അങ്ങനെ പൈസകൾ സൂക്ഷിച്ച് വെച്ചാണ് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ചത്. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സ്നേഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, അതായത് ബോണ്ടിങ്, ഓരോ വ്യക്തികൾ തമ്മിലുള്ള നമ്മുടെ ബോണ്ടിങ്ങും ഒക്കെ അനുസരിച്ചാണ് വരുന്നത്. ഒരു സ്ത്രീക്ക് ഇതെല്ലാം കിട്ടണമെങ്കിൽ അവരുടെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള തോന്നലാണ് ഓരോ വീട്ടമ്മയ്ക്കും ഈ ആർജവം എല്ലാം കൊടുക്കുന്നത്. നമ്മുടെ മക്കളൊന്ന് വഴിതെറ്റിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഒന്ന് വഴിതെറ്റിയാൽ നമ്മുടെ മനസ്സ് വല്ലാതെ, ഓരോ വീട്ടമ്മയുടെയും മനസ്സ് വല്ലാതെ വേദനിക്കും. അപ്പോൾ ഈ ജീവിത കഥ അല്ലെങ്കിൽ ജീവിതാനുഭവം ഞാനിവിടെ പങ്കുവച്ചത് വഴി ഓരോ വീട്ടമ്മയും എത്രത്തോളം ഒരു കുടുംബത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നെടുംതൂണാണ് ഓരോ വീട്ടമ്മയും എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ലാതായാലോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യബോധത്തിൽ നിന്ന് പിന്നെ തളർത്താൻ പാടില്ല. ഹസ്ബൻഡിന് സുഖമില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന ജോലികൾ ചെയ്ത് അദ്ദേഹത്തിനെ സംരക്ഷിച്ച് നമ്മളെ നോക്കുന്ന ഒരു ഹസ്ബൻഡാണെങ്കിൽ കേട്ടോ, നോക്കാത്ത ആളിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ കുടുംബം നോക്കുന്ന, നമ്മളോട് ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഒരു രോഗാവസ്ഥയിലും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോ വീട്ടമ്മമാർക്കും ഉണ്ടാവണം. ഒരു കാരണവശാലും അത്തരത്തിലുള്ളവരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തഴയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടുപിടിച്ച് പോകുന്നതാണല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. എനിക്കറിയാം, ഞാൻ പറയാതെ തന്നെ ഓരോ വീട്ടമ്മയും അതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ 1-2 ആൾക്കാരെയൊക്കെ നമ്മളിപ്പോൾ കാണാറുണ്ട്. കുടുംബമൊന്നും നോക്കൂല, മക്കളെ നോക്കാതെയും ഒക്കെ നടക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ജീവിതാനുഭവത്തിന് താഴെ കമൻറ്റായി അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സ്നേഹം അറിയിക്കുന്നവർ. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്തൊരു ജീവിതാനുഭവമായി നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.